ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള വിൻകാ പ്ലാന്റ്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പല നിറങ്ങളിലായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ഈ ചെടി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ആദ്യം എൻ്റെ കയ്യിൽ വിൻകാ പ്ലാന്റ്സ് തീരെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഗാർഡനിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് ഗാർഡനിൽ വെക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത് പറമ്പിലൊക്കെ നന്നായി വളർന്ന് നിൽക്കുന്നതാണ്. ആരും ഇത് ഗാർഡനിലൊന്നും വെച്ചിട്ട് ഞാൻ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പേര് അന്ന് എല്ലാവരും ഇതിനെ ശവന്നാറിപ്പൂ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റാത്തൊരു ചെടിയാണെന്നായിരുന്നു ആദ്യമൊക്കെ എൻ്റെ ധാരണ. പിന്നീടാണ് അതിലൊന്നും ഒരു അടിസ്ഥാനം ഇല്ലയെന്നും ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്, അതുപോലെ പല നിറത്തിലുള്ള ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റു പൂച്ചെടികളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ അധികം വളമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ പോലും നിറയെ പൂക്കളുണ്ടാവും. എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ചെടി നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ പൂക്കൾക്കൊരു കുറവുണ്ടാവില്ല. ഞാൻ ഒരു പൂന്തോട്ടമായിട്ട് ചെടികൾ വെച്ച് തുടങ്ങിയപ്പോൾ അവിടെ ഒരുപാട് പൂക്കൾ വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വിൻകാ പ്ലാന്റ്സ് ഇങ്ങനെ ഒരുമിച്ച് വളർത്തിയിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതൊക്കെ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടത്. ആദ്യം ഞാൻ നട്ടത് ഈ ഒരു ചെടിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചട്ടിയിലാണ് കേട്ടോ ചെടികൾ വെച്ച് തുടങ്ങിയത്. പിന്നെ അതിൽ പിടിച്ചതിന് ശേഷം ഞാൻ മണ്ണിലും വെച്ച് തുടങ്ങി. ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നാടൻ ഇനായതുകൊണ്ട് തന്നെ രോഗങ്ങളൊക്കെ കുറവാണ്. ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ചെടി വെച്ചാൽ ഒരുപാട് നാൾ നിൽക്കും. പിന്നെ എനിക്ക് കിട്ടിയ ഒരു കളർ ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണിത്. ഒരു പീച്ചിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് കളറിൽ വരുന്ന ഒരു ചെടിയാണിത്. ഇത് ഞാൻ എൻ്റെ അടുത്ത വീട്ടിലുള്ളൊരു ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ. ഈ കളർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ച് വാങ്ങിയതാണ് കേട്ടോ ഈ ചെടി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ് ഇതും. അത് വൈറ്റിൻ്റെ സെൻറ്ററിൽ റെഡ് കളർ വരുന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റ് കോമ്പിനേഷനിൽ വരുന്ന ചെടികളാണ്. പിന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ മാത്രമുള്ളതുണ്ട്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിങ്കിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളർ വരുന്ന ഒരു കളറും കൂടെ എൻ്റെ കയ്യിലുണ്ട്. വിൻകാ പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികൾ ഇപ്പോൾ കാണുന്നുണ്ട്. പല ഷെയ്ഡിലും വരുന്നത്, ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡിലൊക്കെ ആയിട്ട് പല കളറുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് കളറുകൾ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വെറൈറ്റികൾ സംരക്ഷിച്ച് ഇതുപോലെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് പിടിച്ച് കിട്ടിയാൽ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ നിറയെ വിത്തുകളുണ്ടാവും. ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഈ പൂക്കൾ ഒരുപാടുള്ള ചെടികളിലാണെങ്കിൽ നിറയെ വിത്തുകളായിരിക്കും. ആ വിത്തുകളൊക്കെ മൂത്ത് പിന്നെ ഉണങ്ങുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞ് താഴെ ഒരുപാട് പുതിയ ചെടികൾ ഉണ്ടായി വരും. അപ്പം നമുക്കതൊക്കെ പറിച്ച് നട്ടാൽ അതിൻ്റെ തന്നെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിത് തണ്ട് മുറിച്ച് നട്ടും പ്രൊപ്പഗേഷൻ നടത്താം. ഇതൊക്കെ ഞാൻ അങ്ങനെ വെച്ചുണ്ടാക്കിയതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വീട്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടിട്ടാണ് കേട്ടോ ഇത് പിടിപ്പിച്ചെടുത്തത്. നമ്മൾ നന്നായി ഒന്ന് കെയർ ചെയ്യണമെന്ന് മാത്രം. വെള്ളമൊന്നും അധികമാവാതെ ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പിടിച്ച് കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്താറുള്ളത്. ഒന്ന് വിത്ത് പാവിയും പിന്നെ തണ്ട് മുറിച്ച് നട്ടും. രണ്ട് രീതിയിലും നമുക്കിത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹൈബ്രിഡ് വെറൈറ്റികളാവുമ്പോൾ അത് വളരെയധികം കെയർ ചെയ്ത് തന്നെ വളർത്തണം. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവർ വാട്ടറിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. നാടൻ ഇനങ്ങളാണെങ്കിൽ നമുക്ക് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനെ മണ്ണിൽ വളർത്താം, സാധാരണ നനച്ച് കൊടുക്കാം, നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുക്കാം. അത് നന്നായി വളർന്നോളും. ഞാനിവിടെ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഈ ചെടികൾക്കും കൊടുക്കാറുള്ളത്. പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി വളരെ ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച്
അതിൻ്റെ തെളി എടുത്തിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് അതരിച്ചെടുത്തിട്ട് അതും ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ ചെടികൾക്ക് കൊടുക്കാറുള്ളതാണ് കേട്ടോ ആ വളം തയ്യാറാക്കുന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊക്കെയാണ് എൻ്റെ തോട്ടത്തിലെ വിങ്ക പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങളുടെ തോട്ടത്തിലും ഒരുപാട് പൂക്കൾ, പല നിറങ്ങളിലുള്ള ഒരുപാട് പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെടി വെച്ച് തുടങ്ങിക്കോളൂ. പൂക്കൾക്കൊരിക്കലും ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു ചെടിയെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.